ഓക്കെ. അപ്പോൾ ഫോൺ അവിടെ വെച്ചിട്ട് ചൂടായിട്ട് പൊട്ടിത്തെറിച്ചിരുന്നു ഇപ്പോൾ. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളെ എക്സ്പെൻസ് അത് നമ്മളെങ്ങനെ കഴിക്കുന്ന അതിനനുസരിച്ചിട്ട് പോകും. അപ്പോൾ അത് എല്ലാവരും നമ്മൾ ഫുഡിനെ പിശിക്കരുത്. കാരണം നമ്മൾ നല്ല കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്ക് എന്തുണ്ടാവുള്ളൂ, നല്ല ഹെൽത്ത് ഉണ്ടാവുള്ളൂ. നല്ല ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഓടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് വെൽത്തി ആയിട്ട് ഏൺ ചെയ്യാം. ഓക്കെ. പിന്നെന്താ, ഞാൻ ഡെയിലി ഒരു ഹോർലിക്സ് കുടിക്കും. ഓക്കെ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പം എന്ത് ചെയ്യുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുക, ഹെൽത്തി ആയിട്ട് ഇരിക്കുക, കറക്റ്റ് ടൈമിൽ ഉറങ്ങുക. എങ്ങനെ പോയാലും രാത്രി ഉറങ്ങുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നൈറ്റ് ഓടുന്നവരുണ്ട്. കാരണം നൈറ്റും ആൾക്കാർക്ക് ഓട്ടം കിട്ടണം, അങ്ങനെ ഉണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഞാൻ ഈ നൈറ്റ് ഓടൂല. കാരണം എനിക്ക് നൈറ്റ് ഉറങ്ങണം, എന്തായാലും ഉറങ്ങണം. അപ്പോൾ നൈറ്റത്തെ എൻ്റെ ഉറക്കം കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എന്തും. പിന്നെ ഫുഡ് പ്രോപ്പറായിട്ട് ഞാൻ കഴിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും പ്രോപ്പറായിട്ട് കഴിക്കാൻ നോക്കുക. പ്രോപ്പറായിട്ട് കഴിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ എല്ലാത്തിനും ഒരു ടൈമിങ്ങും കാര്യങ്ങളും ഒരു അടക്കച്ചിട്ട വെക്കുക എല്ലാവരും. ഓക്കെ. അപ്പോൾ അങ്ങനെ എല്ലാവരും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ല വൃത്തിയിൽ കറക്റ്റായിട്ട് ഓടുക. പിന്നെ ലീവ് കാര്യങ്ങളൊക്കെ നമ്മളെ വണ്ടിയാണ്, അപ്പോൾ നമ്മൾ ഉഴപ്പാൻ പാടില്ല. അപ്പോൾ ലീവ് കാര്യങ്ങൾ ഞാൻ എടുക്കലില്ല. ഞാനൊരു 2 ആഴ്ച കൂടുമ്പോൾ നാട്ടിൽ പോകും. അപ്പം അങ്ങനെ പോകുമ്പോഴേ ഞാൻ ലീവ് എടുക്കലുള്ളൂ. അല്ലാതെ ഞാൻ അതിൻ്റെ ഗ്യാപ്പിലൊന്നും അങ്ങനെ ലീവൊന്നും എടുക്കലില്ല. ഓക്കെ. അപ്പോൾ ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഓപ്പറേറ്റിങ് കാര്യങ്ങൾ, അതേപോലെ തന്നെ നമ്മളെ കാര്യങ്ങൾ എല്ലാം നമ്മൾ ഭയങ്കര കൃത്യമായിട്ടൊരു അച്ചടക്കത്തിൽ ചെയ്യുക. നമ്മുടെ വണ്ടിയാണെങ്കിൽ കൂടി നമ്മൾ ഉഴപ്പാൻ പാടില്ല. കറക്റ്റ് നമ്മൾ ഓടി നമ്മളെ എമൗണ്ട് എത്തിച്ച് നല്ല ഓക്കെ ആയിട്ട് നമ്മൾ ചെയ്യണം. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ വരുന്നത്. ഇനി എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ ഈ കാണിക്കുന്ന എമൗണ്ട് അതൊക്കെ നമ്മുടെ ഊബറിൻ്റെ കമ്മീഷൻ കഴിഞ്ഞിട്ടുള്ള എമൗണ്ടാണ് ഞാൻ കാണിക്കുന്നത്. അല്ലാതെ ഊബറിന് എത്ര കൊടുക്കുന്നു അതൊന്നും നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. അതൊക്കെ കഴിച്ചിട്ടുള്ള എമൗണ്ടാണ് അവർ നമുക്ക് തരിക. അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ അവർ പിടിച്ചോളും. ഓക്കെ. പിന്നെ ഊബറിനത് എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ രാവിലെ നമ്മളിത് ഇറങ്ങിയിട്ട് ഓരോ ട്രിപ്പ് എടുക്കുമ്പോഴും അവരെ കമ്മീഷൻ്റെ ഒരു എമൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് അതിൽ നമ്മുടെ ഫോണിൽ വന്ന് കിടക്കും. അത് നൈറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യുക, ഓൺലൈൻ ത്രൂ ഉള്ള പേയ്മെൻറ്റ്സൊക്കെ അവർക്ക് ഓട്ടോമാറ്റിക് കയറും. അപ്പോൾ അത് നമ്മൾ അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ടിൽ കുറഞ്ഞോളും. ബാക്കിയുള്ള എമൗണ്ട് ഇപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇൻ്റർഫേസിൽ വന്ന് കിടക്കും, ആപ്ലിക്കേഷനിൽ സെപ്പറേറ്റ് ആയിട്ട് വന്ന് കിടക്കും. അത് രാത്രി ആകുമ്പോൾ അതിൽ നിന്ന് നേരെ അവർക്ക് ഗൂഗിൾ പേ ത്രൂ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ഡെയിലി അത് പേയ്മെൻറ്റ് ചെയ്യുക. അത് 3 ദിവസത്തിൽ കൂടുമ്പോൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി. പക്ഷെ 3 ദിവസം കൂടുമ്പോൾ അത് ഭയങ്കര വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമാവും. അപ്പോൾ പൈസ നിങ്ങൾ റോൾ ചെയ്യും, നിങ്ങൾ പെടും. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ക്യാഷ് ട്രിപ്പ് കിട്ടില്ല, അത് ബ്ലോക്കാവും. പിന്നെ ഓൺലൈൻ ട്രിപ്പ് മാത്രമേ കിട്ടുള്ളൂ. ഓൺലൈൻ ട്രിപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമലായിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. മാക്സിമം എന്ത് ചെയ്യുക, ക്യാഷ് ട്രിപ്പ്, അതായത് ക്യാഷ് ട്രിപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഡെയിലി ഇവരുടെ പേയ്മെൻറ്റ് ക്ലിയർ ആക്കുക. ഇപ്പോൾ ഡെയിലി ഒരു 500 അല്ലെങ്കിൽ 600 ഇവർക്ക് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ കമ്മീഷൻ ചെറിയ ട്രിപ്പുകളിൽ നിന്ന് ഇവരെ കമ്മീഷൻ 500, 600, 700 എത്ര ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ഡെയിലി ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ തുറന്ന് അതെടുത്ത് മേക്ക് പേയ്മെൻറ്റ് കൊടുത്ത് അവർക്ക് ഗൂഗിൾ പേ ത്രൂ പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കുക. അവരുടേത് ഡെയിലി ക്ലിയർ ചെയ്യുക. ബാലൻസ് CNG ഫില്ല് ചെയ്യുക. നമ്മളെ എക്സ്പെൻസും കഴിച്ച് ബാലൻസ് എമൗണ്ട് നിങ്ങൾ എടുക്കുക. അത് നിങ്ങൾ 2 ദിവസം കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാതും മനസ്സിലാവും. അതിനെ പറ്റിയിട്ടൊന്നും ഒരു കൺഫ്യൂഷനും ഇല്ല. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഞാൻ ഓടുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എല്ലാവർക്കും നല്ല ഓട്ടങ്ങളും കാര്യങ്ങളും എല്ലാതും നല്ലപോലെ ഏൺ ചെയ്യാൻ പറ്റട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വണക്കം.